യാത്ര കാസർഗോഡ് നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരത്തെത്തുമ്പോൾ പോസിറ്റീവായിട്ടുള്ള സന്ദേശമാണ് ഈ യാത്ര നൽകുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. സംഘർഷഭരിതമായ കേരളീയ സാഹചര്യങ്ങളിൽ പരസ്പരം ആയുധമെടുത്ത ആളുകൾ തമ്മിലടിക്കാൻ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ മാനവികതയുടെയും മനുഷ്യ സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും മഹത്തായ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഈ യാത്ര കേരള ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതപ്പെടുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നമ്മുടെ സമൂഹം ഇന്ന് ആഗ്രഹിക്കുന്നത് അതാണ്. ഇവിടെ വളർന്നു വരുന്ന സംഘർഷം, വളർന്നു വരുന്ന പരസ്പര ബഹുമാനമില്ലായ്മ, ആരെയും ആക്രമിക്കാനുള്ള പ്രവണത, ഇതെല്ലാം അവസാനിപ്പിക്കാൻ മാനവികതയുടെ സന്ദേശമാണ് ഇവിടെ ഉയർത്തേണ്ടതായിട്ടുള്ളത്. ഇസ്ലാം മതം മനുഷ്യ സ്നേഹത്തിന്റെയും പരസ്പര വിശ്വാസത്തിൻ്റെതുമായ മതമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ലോകം മുഴുവൻ വിശ്വസാഹോദര്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഇസ്ലാം മതത്തിന്റെ മഹത്തായ സന്ദേശങ്ങളുമായിട്ടാണ് കാന്തപുരം ഉസ്താദ് കേരള പര്യടനം നടത്തിയത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. തീർച്ചയായും നാളുകളിൽ ഈ സന്ദേശം 6 മാസത്തെ കർമ്മ പരിപാടികളിലൂടെ ജനങ്ങളുടെ മനസ്സുകളിലേക്ക് എത്തിക്കാനുള്ള തുടർ പരിപാടി ഏറ്റവും ഫലപ്രദമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ദീർഘമായി പ്രസംഗിക്കുന്നില്ല. കേരളീയ സമൂഹത്തിൽ വളർന്നു വരുന്ന വർഗീയതയ്ക്കും തീവ്രവാദത്തിനുമെതിരായി ഏറ്റവും ശക്തമായ പോരാട്ടം നടത്തിയത് കാന്തപുരം ഉസ്താദാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.